ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേരമീൻ കറീൻ്റെ റെസിപ്പിയാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ എങ്ങനെയാണ് ഈ മീൻകറി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ കേരമീൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ ഒരു 4 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-11ഓളം ചെറിയുള്ളി. ഇത്രയും നമുക്കൊരു മിക്സീൻ്റെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്തിട്ട് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ 1/2 സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തണ്ടോടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഒരു പഴുത്ത തക്കാളി നന്നായിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് ഇതിൻ്റെ തക്കാളീൻ്റെയൊക്കെ പച്ച സ്മെല്ല് പോയി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ ഒരു പരുവത്തിനെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം നമുക്ക് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം എൻ്റെ മുളക് പൊടിക്ക് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് പച്ചമുളക് ഞാനിവിടെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മസാലേൻ്റെയൊക്കെ പച്ച സ്മെല്ല് പോയി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഒരു 3 കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം മീൻ ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ ചാറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി കേരമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ കറി നിങ്ങൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ അടുത്ത ദിവസം എടുത്താലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. കാരണം ഒരു ദിവസം ഇരിക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പുളിയും ഉപ്പൊക്കെ നന്നായിട്ട് കഷ്ണത്തിലൊക്കെ പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോവാട്ടോ. അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.